ഹായ് ഗൈസ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന പബ്ജി ടെസ്റ്റ് ആണ്. നമ്മൾ ഓൾറെഡി ഒരു പബ്ജി ടെസ്റ്റ് ചെയ്തിരുന്നു. അത് സോഫ്റ്റ്വെയർ അപ്ഡേഷന് മുന്നായിരുന്നു. അതിനുശേഷം നമ്മുടെ MIUI 11.0.7 അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം എന്നോട് കുറേ പേര് പറഞ്ഞു അതിനുശേഷം എത്രയാണ് ഇതിൻ്റെ ബാറ്ററി ഡ്രെയിൻ ടെസ്റ്റും പിന്നെ ബാറ്ററി ഡ്രെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പബ്ജി കളിക്കുമ്പോൾ എന്തോരം ബാറ്ററി ഡ്രെയിൻ ആവുന്നുണ്ടെന്നും പിന്നെ എന്നോട് പറഞ്ഞത് ഇതിൻ്റെ പെർഫോമൻസിൽ എന്തോരം വ്യത്യാസം വന്നിട്ടുണ്ട്, പിങ്കിൽ എന്തോരം വ്യത്യാസം വന്നിട്ടുണ്ട്. പിന്നെ ചോദിച്ചത് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഹീറ്റിംഗ് എന്തോരം സോൾവ് ആയിട്ടുണ്ട്, ഓവർ ഹീറ്റിംഗ് എന്തോരം സോൾവ് ആയിട്ടുണ്ട്. നമുക്കിന്ന് ശരിക്കും നിങ്ങളുടെ മുന്നിൽ തന്നെ വെച്ച് നമുക്ക് ടെസ്റ്റ് ചെയ്ത് അതിൻ്റെ റിസൾട്ട് നോക്കാം. ഇപ്പം നമ്മൾ ടൈം നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് നോട്ട് ചെയ്തോളൂ. നമ്മൾ കറക്റ്റ് 1 hour ചെയ്യാൻ പോകുന്നത്. 3:8 ആയിട്ടുണ്ട്. നമുക്ക് അപ്പോൾ ബാറ്ററി നമ്മുടെ 59% ആണ്. ഇപ്പോൾ നമ്മുടെ മൊബൈലിൻ്റെ ഹീറ്റ് എത്രയാണെന്ന് നോക്കാം. നമുക്ക് എക്സ്റ്റേണലി ചെക്ക് ചെയ്യാനുള്ള ഡിവൈസ് ഇല്ല, അതുകൊണ്ട് നമ്മുടെ ആപ്പ് വഴിയാണ് ചെക്ക് ചെയ്യുന്നത്. ആ ആപ്പിലൂടെ കറക്റ്റ് ആയിട്ടുള്ള നമുക്ക് വാല്യൂ കിട്ടും. അപ്പോൾ നമ്മുടെ എത്ര ഡിഗ്രി സെൽഷ്യസ് നമ്മുടെ മൊബൈൽ ഇപ്പോൾ ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ എത്രയാണെന്ന് പറഞ്ഞാൽ 39 ഡിഗ്രിയിലാണ് നിൽക്കുന്നത്. നമ്മളിപ്പോൾ തന്നെ മൊബൈൽ ചാർജ് ചെയ്ത് എടുത്തോളാം. ഇപ്പോൾ ലോ പെർസെൻറ്റേജിലായിരുന്നു. അപ്പോൾ നമ്മൾ ഗെയിം കളിക്കുമ്പോൾ ഒരു 60% മിനിമം വേണമെന്ന് വെച്ചിട്ട് നമ്മൾ ഇപ്പോൾ ഒന്ന് ചാർജ് ചെയ്ത്, അതുകൊണ്ടാണ് ഇത്ര ഹീറ്റായിട്ട് നിൽക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് 6% ആണ്, 6 ഡിഗ്രി സെൽഷ്യസ് ആണ് കൂടിയത് 1 hour കളിച്ചപ്പോൾ. ഇപ്രാവശ്യം എന്തൊക്കെ മാറ്റങ്ങൾ വരും നോക്കാം. പിന്നെ പെർഫോമൻസിൻ്റെ കാര്യത്തിലും എത്ര ബാറ്ററി ഡ്രെയിൻ ആവുന്നുണ്ടെന്നുള്ള കാര്യത്തിലും ചെക്ക് ചെയ്യാം. അതിന് മുന്നായിട്ട് ഞാനൊരു വാച്ച് എടുത്തിട്ടുണ്ട്, സ്റ്റോപ്പ് വാച്ച്, നമ്മുടെ ടൈം സെറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് പബ്ജി ഫസ്റ്റ് സെലക്ട് ചെയ്യാം. പബ്ജി സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് പബ്ജി സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് വാച്ചും ഓൺ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പബ്ജി സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി സ്റ്റോപ്പ് വാച്ച് ഓൺ ചെയ്യാം. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് കളിക്കുന്നതെല്ലാം കാണിക്കില്ല. നമ്മൾ മെയിനായിട്ട് നമ്മുടെ പെർഫോമൻസും പിന്നെ 1 hour, ഹാഫ് ആൻ അവർ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് എത്ര ബാറ്ററി ഡ്രെയിൻ ആവുന്നുണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്ക് കാണിക്കാം. അപ്പോൾ നമുക്ക് ഗെയിം സ്റ്റാർട്ടിങ്ങിനൊന്നും പ്രശ്നമില്ല. നമ്മുടെ ഈ റൂമിൽ ഇത്തിരി റേഞ്ചിന് ചെറിയ പ്രശ്നമുണ്ട്, അതുകൊണ്ട് നമുക്ക് വേറെ റൂമിലേക്ക് മാറിയിരിക്കേണ്ട വരുമോ എന്നുള്ളത് അറിയില്ല. നമുക്ക് നോക്കി നോക്കാം. ചെറുതായിട്ട് ലോഡിങ് തന്നെ കാണിക്കുന്നുണ്ട് സ്റ്റാർട്ടിങ് തന്നെ. ചിലപ്പോൾ നമുക്ക് അത്ര കുറവാണെങ്കിൽ നമ്മൾ വേറെ റൂമിൽ ചെന്ന് റേഞ്ച് ഉള്ള സ്ഥലത്ത് പുറത്തിരുന്ന് കളിക്കും. അതിനുശേഷമാണ് റിവ്യൂ തരിക. അപ്പോൾ നമ്മൾ ലോബിയിൽ ഗെയിം സ്റ്റാർട്ടായി വരികയാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പെർഫോമൻസ് ഉണ്ടല്ലോ, നമ്മുടെ മൊബൈലിൻ്റെ പെർഫോമൻസ് ഹീറ്റൊക്കെ അറിയണമെങ്കിൽ ഫസ്റ്റ് നമ്മൾ കവർ ഊരി വെച്ച് തന്നെ യൂസ് ചെയ്ത് നോക്കണം. എന്നാലും നമുക്ക് കറക്റ്റ് ഹീറ്റിൻ്റെ എത്ര ഹീറ്റ് ഉണ്ടെന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ അപ്പോൾ നമ്മുടെ ലോബിയിലേക്ക് വേഗം തന്നെ കടന്നു. അപ്പോൾ അധികം വലിയ പ്രശ്നമൊന്നുമില്ല. ഇനി നമുക്കൊന്ന് ലോബിയിൽ കടന്നിട്ട് അതിൻ്റെ നെറ്റ് ഒന്ന് കറക്റ്റ് ചെക്ക് ചെയ്യാം. നെറ്റ് കറക്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുന്ന സമയങ്ങളിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നറിയില്ല. ഇപ്പോൾ നമ്മൾ വന്ന പ്ലേസിൽ തന്നെ തിരിച്ചു വരുന്നുണ്ട്. എന്താണെന്നുണ്ടെങ്കിൽ പിങ്ക് എന്ന് പറയും. പിങ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ആക്ഷന് അത് നമ്മുടെ പബ്ജിയുടെ സെർവറിൽ എത്താനായിട്ടുള്ളൊരു ട്രബിളാണ്. അത് നമ്മുടെ നെറ്റ്വർക്കിൻ്റെ പ്രശ്നം കൊണ്ട് വരുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം. കുറച്ച് ഇറങ്ങിയതിന് ശേഷം നമ്മൾ പ്ലേ സ്റ്റേഷനിലേക്ക് ഇറങ്ങിയതിന് ശേഷം നമുക്ക് നോക്കാം. പ്ലേ സോണിലേക്ക് ഇറങ്ങിയതിന് ശേഷം നോക്കാം നമുക്ക് കറക്റ്റായിട്ട് വഴി കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ റൂം മാറിയിരിക്കും. ഇപ്പോൾ കുഴപ്പമില്ല. ചില സമയങ്ങളിലാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നമുക്ക് ക്രൂഷ്യൽ ടൈമിലാണെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. പിന്നെ ഞാൻ ഇതിൻ്റെ ഒരു സ്മൂത്ത്നെസ്, ഇപ്പോൾ വലിയ സ്മൂത്ത്നെസ്സിന് കുറവില്ല. ഞാൻ പിന്നെ ഒരു പബ്ജിയുടെ കാര്യം, ഞാൻ പബ്ജി കളിച്ച് തുടങ്ങിയിട്ട് തന്നെ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 75 ദിവസമായിട്ടുള്ളൂ. നമ്മൾ പോക്കോ X2 വാങ്ങിയതിന് ശേഷം മാത്രമാണ് ഞാൻ കളിച്ച് തുടങ്ങിയത് തന്നെ. ഇതിനു മുന്നേ ഞാൻ യൂസ് ചെയ്തിരുന്നത് സാംസങ്ങിൻ്റെ ഒരു മൊബൈലായിരുന്നു, ഒരു മിഡ് റേഞ്ച് ലെവലിലുള്ളത്. ആ മൊബൈലിൽ വളരെ സ്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കളിക്കുന്നതിൽ ഹാങ് ആയിട്ട് ഒരു രക്ഷയില്ലാത്തതായിരുന്നു. അതുകൊണ്ട് ശേഷം ഞാൻ പബ്ജി ഡിലീറ്റ് ചെയ്തു. അതിനുശേഷം ഞാൻ പോക്കോ X2 എടുത്തതിന് ശേഷമാണ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അതിനുശേഷം ഞാൻ ഡെയിലി ഒരു 1 hour അടുത്ത് കളിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ഫസ്റ്റ് ഗ്രാഫിക്സ് ഒന്ന് സെറ്റ് ചെയ്യാം. ഞാൻ ഹാഫ് പറഞ്ഞല്ലോ, അതിൽ നമ്മൾ അരമണിക്കൂർ HD ഹൈയിലാണ് കളിക്കുമ്പോഴുള്ളൂ. അതിന് മേലേക്ക് നമുക്ക് ഓപ്ഷനില്ല. HD ഹൈ ആണ് ഏറ്റവും മാക്സിമം. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാലൻസിൽ നമ്മൾ അൾട്രയിൽ കളിക്കും അരമണിക്കൂർ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കടക്കാം. ഇപ്പോൾ അത്ര റേഞ്ചിൻ്റെ പ്രശ്നം ഇല്ലയെന്ന് തോന്നുന്നു. അത്ര വലിയ ഒന്നൊരു ഹാങ് ഒന്നും ഫീൽ ചെയ്യുന്നില്ല. ഇപ്പോൾ നമ്മൾ നോർമൽ ആയിട്ടുണ്ട്. നമുക്കിനി പ്ലേ സോണിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്കൊരു അരമണിക്കൂർ കഴിഞ്ഞ് കാണാം. ഇപ്പോൾ ജസ്റ്റ് ഗെയിം പ്ലേ കാണിക്കാൻ വേണ്ടി ഞാൻ നിങ്ങൾക്ക് എടുത്താണ്. ഇപ്പോൾ അറൗണ്ട് 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നല്ല സ്മൂത്തും ഒരു പിങ്കോ കാര്യങ്ങളില്ല. നമുക്ക് റേഞ്ചിൻ്റെ പ്രോബ്ലം തന്നെയായിരുന്നു. ഞാനിപ്പോൾ പുറത്ത് വന്നിരുന്നിട്ടാണ് കളിക്കുന്നത്. അപ്പോൾ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരു പ്രശ്നവും ഫീൽ ചെയ്യുന്നില്ല. നല്ല സ്മൂത്തായിട്ട് കളി പോകുന്നുണ്ട്. ഇനി നമ്മൾ മെയിനായിട്ട് ഇപ്പോൾ അരമണിക്കൂറായി കഴിഞ്ഞ് ചെക്ക് ചെയ്യാൻ പോകുന്നത് ബാറ്ററി എന്തോരം ഡ്രെയിൻ ആയിട്ടുണ്ട്, നമ്മുടെ ഹീറ്റിൻ്റെ കാര്യം, പിന്നെ നമ്മുടെ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ഒന്നും പ്രശ്നമില്ല. നല്ല രീതിയിൽ തന്നെയാണ് പോകുന്നത്. ഒരു ഹാങ്ങോ ഒരു ഡിലേയോ കാര്യങ്ങളോ ഒന്നുമില്ല.
നമുക്ക് അരമണിക്കൂർ വരെ വെയിറ്റ് ചെയ്യാം ഇതിൻ്റെ ഹീറ്റും ഇതിൻ്റെ ബാറ്ററിയുടെ ഡ്രെയിനും കാര്യങ്ങളും നോക്കാനായിട്ട്. ഇപ്പോൾ നമ്മുടെ കറക്റ്റ് അരമണിക്കൂർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് പുറത്ത് കിടന്നിട്ട് എത്ര ബാറ്ററി ഡ്രെയിൻ ആയിട്ടുണ്ടെന്നും ഹീറ്റ് എത്ര ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ടൈം നമുക്ക് 3:37 ആയിട്ടുള്ളത്. കറക്റ്റ് അരമണിക്കൂർ കഴിഞ്ഞു. ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കൊരു ഹീറ്റിൽ എനിക്ക് ഫീൽ ചെയ്ത കാര്യം, എനിക്ക് മുന്നത്തെ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്ഡേറ്റിന് മുന്നുള്ള പബ്ജി ടെസ്റ്റിൽ ഈ ക്യാമറയുടെ സൈഡിൽ ഹീറ്റ് ഓവറായിട്ട് തോന്നുന്നുണ്ട്. ഇപ്പോൾ ആ ഹീറ്റ് കുറച്ചും കൂടി കൺട്രോൾ ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഹീറ്റിൻ്റെ കാര്യത്തിൽ ഒരു ഒപ്റ്റിമൈസേഷൻ വന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു പൊതുവൊരു വിലയിരുത്തൽ, എൻ്റെ ഫീല്. ഇനി നമുക്ക് ആപ്പ് തുറന്നിട്ട് അതിൻ്റെ ഉള്ളിൽ എന്താണ് കാണിക്കുന്ന ഫിഗറുകൾ നോക്കാം. ഫിഗർ നോക്കുമ്പോൾ നമുക്ക് 41.5 ആണ് ഹീറ്റ് വരുന്നത്. എന്ന് വെച്ചാൽ 2.5 മാത്രമാണ് ഇൻക്രീസ് ആയിട്ടുള്ളൂ. ബാറ്ററി 44 ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 14% ബാറ്ററി ഡൗൺ ആയിട്ടുണ്ട്. ബാറ്ററിയുടെ കാര്യത്തിൽ എനിക്ക് അത്ര വലിയ മാറ്റം ഫീൽ ചെയ്യുന്നില്ല. 14% ഞാൻ വളരെ കൂടുതൽ തന്നെയാണ്. ഇനി നമുക്ക് സെറ്റിങ്സ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് 1 മണിക്കൂറിന് ശേഷം നോക്കാം. അപ്പോൾ സെറ്റിങ്സ് നമ്മൾ ബാലൻസിൽ ഹൈലിട്ട് കളിക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് എന്തോരം ബാറ്ററി ഈ സ്റ്റേജിൽ നമുക്ക് ഡ്രെയിൻ ആവുന്നുണ്ടെന്ന് നോക്കാം. പിന്നെ 1 അവർ കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം ബാക്കിയുള്ള കാര്യങ്ങൾ. എൻ്റെ ടോട്ടലായിട്ടൊരു കൺക്ലൂഷൻ അടക്കം ഞാൻ പറഞ്ഞു തരാം. ഇപ്പം നമ്മുടെ 1 അവർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി എന്തൊക്കെയാണ് ഇപ്പോൾ ഇതിൻ്റെ ബാറ്ററിയുടെ അവസ്ഥ, പിന്നെ എന്താണ് ഹീറ്റിൻ്റെ അവസ്ഥ, ബാക്കി കാര്യങ്ങൾ നമുക്ക് നോക്കാം. നമ്മുടെ ബാറ്ററി ഹീറ്റ് നോക്കുകയാണെങ്കിൽ 42.7 ആയിട്ടുണ്ട്. ഇപ്പോൾ 42.7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 39-ലായിരുന്നു സ്റ്റാർട്ട് ചെയ്തപ്പോൾ 3.7 എന്ന് പറയാം. അപ്പോൾ നമുക്കൊരു 4 പിടിച്ചോ. അപ്പോൾ 4 ഹീറ്റ് കൂടിയിട്ടുണ്ട് 4%. അപ്പോൾ നമുക്ക് മുന്നുണ്ടായിരുന്നതിനെ അപേക്ഷിച്ച് നമുക്ക് മുന്നേ നമ്മൾ 1 മണിക്കൂർ കളിച്ചപ്പോൾ നമുക്ക് 6% ആണ് കൂടിയത്. ഇപ്പോൾ 3.7 ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഹീറ്റിൻ്റെ കാര്യത്തിൽ വളരെ മാറ്റം വന്നിട്ടുണ്ട്. പിന്നെ ബാറ്ററിയുടെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ 59-ലായിരുന്നു സ്റ്റാർട്ട് ചെയ്ത്. ഇപ്പോഴത്തെ ബാറ്ററി നിങ്ങൾക്ക് കാണുന്നതൊന്ന് 35 ആയിട്ടുണ്ട്. അപ്പോൾ 1 അവറിൽ നമ്മുടെ 24% ബാറ്ററി ഡ്രോപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മുന്നത്തെ 22 ആയിരുന്നു. ഇതിൽ കൂടാനായിട്ട് എനിക്കൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തോന്നുന്നത് നമ്മൾ സ്ക്രീൻ റെക്കോർഡിങ് ഫുൾ ടൈം വെച്ചിട്ടുണ്ടായിരുന്നു. 1 മണിക്കൂർ നേരം സ്ക്രീൻ റെക്കോർഡിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കും ഹീറ്റ് ഇത്രയധികം ബാറ്ററി ഇത്രയധികം ഡ്രോപ്പ് ആയത്. പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ഇതിൽ മുട്ടാൻ പറ്റില്ല. പെർഫോമൻസ് വേറെ ലെവലാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു കൺക്ലൂഷൻ പറയുകയാണെങ്കിൽ ബാറ്ററിയുടെ കാര്യം കൂടി കുറച്ചും കൂടി ബാറ്ററി ഡ്രെയിനിൻ്റെ കാര്യം കൂടി ഇത്രയും കൂടി സോൾവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ലെവൽ എക്സ്പീരിയൻസ് ആയിരിക്കും കിട്ടാൻ പോകുന്നത്. ഒന്ന് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഫ്ലാഗ്ഷിപ്പ് മൊബൈലിൽ കളിക്കുന്ന എക്സ്പീരിയൻസ് നമുക്ക് ഗെയിൻ ചെയ്യാൻ സാധിക്കും പോക്കോ X2 ഉള്ളിൽ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.